എയർപോർട്ട് റോഡിലൂടെയാണ് യാത്ര. ക്യാമറാമാൻ കണ്ണൻ നിലമ്പൂരിനെ എയർപോർട്ടിൽ നിന്ന് കൂട്ടണം. പോകുന്ന വഴി സൗദിയിലെ പുരാതന തെരുവ് കാണണം. വിശാലമായ പാർക്കിങ്ങിൽ വാഹനമൊതുക്കി. വി ബുക്ക് ആപ്പ് വഴി രജിസ്ട്രേഷൻ ചെയ്തവർക്കാണ് പ്രവേശനം. ഈ രജിസ്ട്രേഷൻ സൗജന്യമാണ്. ഓരോരുത്തരായി QR കോഡ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കടന്നു. സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞാണ് പ്രധാന കവാടത്തിലേക്ക് പ്രവേശിക്കുക. പ്രൗഢമായ കമാനം. പരമ്പരാഗത രീതിയിൽ വസ്ത്രമണിഞ്ഞ് സന്ദർശകരെ ആനയിക്കുന്ന സൗദികളെ കാണാം. ഇവിടെ നിന്നാണ് പ്രാചീന തെരുവിന്റെ തുടക്കം. പുരാതന രീതിയിൽ ഒരുക്കിയിട്ടുള്ള സൂക്ക്. സന്ദർശകരിൽ അധികവും സ്വദേശികളാണ്. പ്രൗഢമായ പഴയ ഡിസൈൻ അറേബ്യൻ വസ്ത്രങ്ങൾ. വളരെ പഴയ മോഡലുകളിലുള്ള ആഡംബര കാറുകൾ. തെരുവിന്റെ ഒത്ത നടുക്കായി ഉയർത്തിയ വേദിയിൽ കാനൂൻ എന്ന അറബിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന കലാകാരൻ. പഴയകാല ബാർബർ ഷോപ്പ് ഇങ്ങനെയായിരുന്നു. ഇവിടെ ഷാരൂഖ് ഖാനെയും അമിതാഭ് ബച്ചനെയും മൈക്കൽ ജാക്സനെയും എല്ലാം കാണാം. ഹലാക്ക് എന്നാണ് അറബിൽ ബാർബർ ഷോപ്പുകളുടെ പേര്. പഴയ രീതിയിലുള്ള സ്വീകരണ മുറി. ആദ്യകാലങ്ങളിൽ സൗദിയിലെ പൊതുഗതാഗത സംവിധാനം ഇതായിരുന്നു. വിലപേശിയും ആളെ വിളിച്ചും ആ പോയ കാലത്തെ അതേപടി പുനഃസൃഷ്ടിക്കുന്ന കലാകാരന്മാർ. വിശാലമായ ഫുഡ് കോർട്ട്. സംസ്കാരവുമായി ബന്ധപ്പെട്ട വിഭവങ്ങളാണ് ഇവിടെ വിളമ്പുന്നത്. റിയാദ് സീസണിന്റെ ഭാഗമായാണ് ഈ തെരുവ് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. പച്ചക്കറികളും പഴങ്ങളും വിൽക്കുന്ന പഴയ മാതൃകയിലുള്ള പെട്ടിക്കടകൾ. വേദിയിൽ അർദ്ധ നൃത്തം അവസാനത്തിലെത്തിയിരിക്കുകയാണ്. പരമ്പരാഗത പാട്ടുമായി സൗദി പൗരൻ. പണ്ടുപയോഗിച്ചിരുന്നതും ഇന്ന് കാണാത്തവയുമായ ഉപകരണങ്ങളുടെ വലിയ ശേഖരം. എല്ലാത്തിനും മോഹവില.
സൗദികളിൽ പലരും ഇവ ധാരാളം വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. കാഴ്ചകൾ മതിയാക്കി പുറത്തിറങ്ങി ചെറിയൊരു ഭക്ഷണം. വീണ്ടും റോഡിലേക്ക് ഇറങ്ങി. എയർപോർട്ടിലേക്ക് ഇനിയും ദൂരമുണ്ട്. 11 മണി കഴിഞ്ഞിട്ടുണ്ട്. വെളിച്ചത്തിൽ ഉറങ്ങാൻ മടിച്ചു നിൽക്കുന്ന സൗദി. മെട്രോ സേവനം ആരംഭിച്ച് 1 മാസമാവുന്നതേ ഉള്ളൂ. കണ്ണനെ എയർപോർട്ടിൽ നിന്നെടുത്ത് വണ്ടിയിലേക്കിട്ട് തിരിച്ച് യാത്ര തുടങ്ങി. ഒരു ദിവസം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. കൂടെ ഒരു യാത്രയും.